പരാമർശിക്കപ്പെട്ടത് ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുത ചരിത്ര സംഭവമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇൽ, സൂറത്ത് അൻആമിൽ, സൂറത്ത് അംബിയായിൽ, സൂറത്ത് ഖലമിൽ, അതുപോലെ നിരവധി സൂറത്തുകൾ ആ പ്രവാചകന്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് യൂനുസ്. ഇങ്ങനെയുള്ള ഈ സൂറത്തുകളിലെല്ലാം അല്ലാഹു വളരെ വ്യക്തമായി പരാമർശിച്ച ഒരു ചരിത്ര സംഭവമാണ്. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് സാഹിബുൽ ഹൂത്ത് എന്ന മത്സ്യത്തിന്റെ ആൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചരിത്രമാണ്. ഞാൻ പഠിക്കുന്നത് അപ്പോ മത്സ്യത്തിന്റെ ആൾ എന്ന നിലയ്ക്ക് അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ്. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറാഖിലെ നീനവ എന്ന പ്രദേശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അവിടെ ലക്ഷക്കണക്കായ ആളുകൾ. ആ മനുഷ്യന്മാരോട് മഹാനവറുകൾ തൗഹീദിന്റെ സന്ദേശം കൊടുക്കുമ്പോൾ, അങ്ങോട്ട് ദഅവത്ത് നടത്തുമ്പോൾ ഇങ്ങോട്ട് ധിക്കാരങ്ങളുടെ ഘോഷയാത്രകളാണ് വരുന്നത്. എത്ര ദഅവത്ത് നടത്തിയാലും അഹങ്കാരം വർദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നും അവർക്കില്ല. വെറും രണ്ടേ വ്യക്തികൾ മാത്രം തൗഹീദ് സ്വീകരിക്കുകയാണ്. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അതികഠിനമായ ദേശത്തിന്റെ ഉടമയായി മാറുകയാണ്. സഹിക്കാനാവാത്ത ദേശം. പ്രശ്നം എന്താണ്? ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബിന്റെ നിയമങ്ങൾ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാവാതെ ഈ ലോകത്തെ തോന്നിവാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആ പ്രവർത്തനത്തോടുള്ള പ്രതിഷേധം, ദീനിനു വേണ്ടിയുള്ള പ്രതിഷേധം, അല്ലാത്ത സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല. ആ സമയത്ത് മഹാനവറുകൾ തീരുമാനിക്കുകയാണ്, ഇവരെ ഇട്ട് ഞാൻ പോവുകയാണ്, ഇനി ഇവരുടെ അടുത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മഹാനവറുകൾ പോകുമ്പോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെയാണ് പോവാം എന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. ഇവർ തൗഹീദ് സ്വീകരിക്കാതായപ്പോ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കിങ്ങനെയാണ് പോവാം എന്ന് മഹാനവറുകൾ വിചാരിച്ചു. അതിനെയാണ് അള്ളാഹ് പറഞ്ഞത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു എനിക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാനവറുകൾക്ക് ആ ദേശത്തിന്റെ കാഠിന്യത്താൽ എനിക്ക് ഇവരെ ഇട്ടേച്ച് അവഗണിച്ച് പോവാം എന്ന ധാരണ മഹാനവറുകളുടെ മനസ്സിലുണ്ടായി എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹാനവറുകൾ ഒരു സമുദ്രത്തിലൂടെ യാത്ര പോവുകയാണ്. ആ സമുദ്രത്തിലൂടെ യാത്ര പോകുമ്പോൾ സമുദ്രം അതിഭീകരമായ തിരമാലകളും മറ്റും വന്ന് കപ്പൽ ആടിയുലയുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, നമ്മുടെ കപ്പൽ മറിയാൻ പോവുകയാണ്, ഇതിലുള്ള ലോഡ് സ്വല്പം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അതിനെന്താണ് ചെയ്യുക? നമ്മൾ ഒന്നോ രണ്ടോ ആളെ നമ്മൾ പുറത്ത് കിടത്തി കടലിൽ കിടത്തി അതിനെന്ത് ചെയ്യാൻ പറ്റും? ആരെ നമ്മൾ പറയും? ആരെയും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നറുക്കിടാം. അങ്ങനെ ആദ്യമായി നറുക്കിടുന്നു. കിട്ടുന്നത് യൂനുസ് അലൈഹി സ്വലാം. വീണ്ടും നറുക്കിടുന്നു. അപ്പോഴും മഹാനവറുകൾ 3 പ്രാവശ്യം നറുക്കിട്ടിട്ടും യൂനുസ് അലൈഹി സ്വലാമിന്റെ പേര് തന്നെയാണ് വരുന്നത്. അങ്ങനെ അവർ മഹാനവറുകളെ സമുദ്രത്തിലേക്ക് എടുത്തെറിയുകയാണ്. മഹാനവറുകൾ സമുദ്രത്തിൽ വീണ ഉടനെ തന്നെ അതാ വലിയ ഒരു മത്സ്യം മഹാനവറുകളെ വീഴുന്നു. 40 ദിവസത്തോളം മഹാനവറുകൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വരികയാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനവറുകളുടെ സന്നിഗ്ധ ഘട്ടത്തിലുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കുന്നത്? ലാ ഇലാഹ, ഒരു ആരാധ്യനേ ഇല്ല, ഇല്ല അന്ത്, നീയല്ല. സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു. ഇന്നീ, തീർച്ചയായും ഞാൻ,
ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കും. ഞാനായിരിക്കും മിനൽ അക്രമികളിൽപ്പെട്ടവനായിരിക്കും. വാലിം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കുക എന്നർത്ഥം. ഞാൻ അക്രമി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തട്ടിക്കുത്തും കല്ലേറും നടത്തി വന്നതല്ല. അള്ള പറഞ്ഞ ക്രമം എന്താണ്? ഒരു പ്രവാചകൻ തന്റെ ഉമ്മത്തിന്റെ അടുക്കൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളത് ഒരു പ്രവാചകന്റെ ബാധ്യതയാണ്. അതാണ് ക്രമം. ആ ക്രമം തെറ്റിച്ചിരിക്കുന്നു. യൂനുസ് അലൈഹിസ്സലാം അക്രമികളിൽപ്പെട്ട ആള് എന്ന് നമ്മൾ നമ്മുടെ ഭാഷയിലല്ല മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുൽമ് എന്ന് പറഞ്ഞാൽ അത് ഹിക്മത്തിന്റെ എതിരാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വെക്കേണ്ടിടത്ത് വെക്കുക എന്നുള്ളതാണ് ഹിക്മത്ത്. അതിന്റെ എതിരാണ് ദുൽമ് എന്ന് പറഞ്ഞത്. വെക്കേണ്ടിടത്ത് വെച്ചില്ല, അത്തരക്കാരിൽ പെട്ടിരിക്കുന്നു ഞാൻ എന്നാണ് യൂനുസ് അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് മാനവர்கள் പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു പ്രാർത്ഥനയുടെ ആശയം. നമുക്കൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പടച്ചോനെ ഞാൻ മത്സ്യത്തിന്റെ വയറ്റിലും സമുദ്രത്തിന്റെ ആടിയിലും ഇരുത്തറകളിൽ പെട്ടുപോയി എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ഭാഷയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്നാൽ ഇവിടെ പ്രാർത്ഥന വന്നത് ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ രാജാജ്യമില്ല. സുബ്ഹാനക്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ വാഴ്ത്തുന്നു സുബ്ഹാനക്, നിന്റെ പരിശുദ്ധി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ തൗഹീദ് അങ്ങനെ പറയാം ആ പ്രാർത്ഥനയിൽ. ഇത് പറഞ്ഞപ്പോഴാണ് പടച്ച തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? മഹാനവറുകൾക്ക് അവസരം നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംബിയായിൽ അള്ളാഹു പറയുന്നത് ദേശത്തോടുകൂടെ യൂനുസ് അലൈഹിസ്സലാം, നൂനുടെ ആൾ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ ആൾ എന്ന് പറയുന്നത് പോലെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടു പോയ സന്ദർഭം മഹാനവറുകൾ വിചാരിച്ചു അള്ളാഹുവിന് മഹാനവറുകളുടെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. ഇരുട്ടറകളിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ പ്രാർത്ഥന സൂറത്ത് അംബിയായിലെ 87-ാമത്തെ ആയത്താണ്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ പുണ്യകരമായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഉത്തരം നൽകിയിട്ട് പിന്നെ സംഭവിക്കുന്ന സംഭവം പരിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ്? വളരെ സുന്ദരമായി മിമ്പറിൽ നിന്ന് നമ്മൾ ആ ഖുർആൻ പാരായണം കേട്ടു. എന്താണ് അത് പറയുന്നത്? മഹാനായ യൂനുസ് അലൈഹിസ്സലാം പ്രവാചകന്മാരിൽപ്പെട്ടവരാണ്, മുർസലുകളിൽപ്പെട്ടവരാണ്. ഇത് ജനങ്ങൾ നിറഞ്ഞ കപ്പലിലേക്ക് മഹാനവറുകൾ ഓടിക്കേറിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. മഹാനവറുകൾ തന്റെ ജനതയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്തിലേക്കാ പോയി കയറിയത്? സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാൻ നിറഞ്ഞു നിൽക്കുന്ന കപ്പലിലേക്കാണ് മഹാനവറുകൾ പോയത്. അങ്ങനെ അതിന്റെ ഭാരം ഓവറായപ്പോ അവർ നറുക്കിടുകയും ആ നറുക്ക് കിട്ടി അതിൽ പരാജയപ്പെടുകയും ചെയ്ത ആളുകളിൽ മഹാനവറുകൾ പെട്ടുപോയി. ആക്ഷേപാർഹനായ അവസ്ഥയിൽ മഹാനവറുകളെ മത്സ്യം വീഴുകയുണ്ടായി. എന്താ പറയാ? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നു എങ്കിൽ മഹാനവർ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു. എന്താ മഹാനവറുകളുടെ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനവറുകൾ കിടക്കുമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശദീകരണമുണ്ട്, അതിവിടെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് അപ്പോ ഒരു മത്സ്യം കടലിൽ ഖിയാമത്ത് നാൾ വരെ ഇരിക്കും എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മഹാനവറുകൾക്ക് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ അവിടെ അങ്ങോട്ട് കഴിഞ്ഞു പോകുമായിരുന്നു ഖിയാമത്ത് നാൾ വരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കടലിലുള്ള വലിയ മത്സ്യങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ അങ്ങോട്ട് ജീവിച്ചു പോകും എന്നൊന്നും അതിനർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാതെ അതിൽ തന്നെ കഴിഞ്ഞ് അതിൽ തന്നെ നശിച്ചു പോകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാം
മഹാനവറുകൾ അള്ളാഹുവിനോട് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തേക്ക് മഹാനവറുകളെ നമ്മൾ തള്ളി, മത്സ്യം തുപ്പി പുറത്തേക്ക്, വിജനമായ സ്ഥലത്തേക്ക്. മഹാനവറുകൾ വലിയ രോഗമാണ് അദ്ദേഹത്തിന്. 40 ദിവസം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഓക്സിജൻ ഒന്നും കിട്ടാതെ ഒരു മനുഷ്യൻ കിടന്നു എന്ന് പറഞ്ഞാൽ, രോഗി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്. ഒരു മണിക്കൂർ നേരം കടലിന്റെ അടിയിൽ, അത് മത്സ്യത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ അങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ചിന്തിക്കാൻ കഴിയില്ല, ഒരു 20 മിനിറ്റ് കഴിയില്ല. വലിയ അഭ്യാസമുള്ള ആളുകളൊക്കെ കയറി വന്നാൽ അരമണിക്കൂർ നേരം നിൽക്കുമല്ലേ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, 40 ദിവസം അവിടെ കിടന്നിട്ട് പിന്നെ മഹാനവറുകളെ മത്സ്യം തുപ്പുമ്പോ മഹാനവറുകൾ രോഗിയായിട്ടാണ് പുറത്തെത്തുന്നത്. മഹാനവറുകളുടെ മേൽ നാം ചെടിയെ നമ്മൾ മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അത് കഴിച്ചാൽ ശരീരത്തിന് രോഗശമനം അതുപോലെ എനർജി ഒക്കെ കിട്ടാൻ പറ്റുന്നതാണ്. അത് നമ്മൾ മഹാനവറുകൾക്ക് അവിടെ മുളപ്പിക്കുകയുണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദുബ്ബ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അറബികൾ അങ്ങനെ പ്രയോഗിക്കും, ചരങ്ങ. ചരങ്ങ നമ്മളെ മലയാളികളല്ലേ ചരങ്ങല്ലേ. അപ്പോ ഇബ്നു അബ്ബാസ് പറയുന്നത്, എനിക്ക് ഈ ചരങ്ങ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ചരിത്രം പരിശുദ്ധ ഖുർആനിലെ ഈ പരാമർശം കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം മാറ്റാൻ വേണ്ടി അള്ളാഹു അങ്ങനെ ഒരു അവസരം നൽകി. എന്നിട്ട് എന്താ പറയാ, മഹാനവറുകൾ നാം 100,000 നമ്മൾ അയച്ചത്. 100,000 എന്ന് പറഞ്ഞാൽ 1000, 100 എന്ന് പറഞ്ഞാല് 100, 100, 1000 എന്ന് പറയുമ്പോൾ 1,00,000. അല്ലെങ്കിൽ അതിലും കൂടുതൽ. അപ്പോ 1,00,000-ൽ പരം ആളുകളിലേക്ക് നമ്മൾ നിയോഗിക്കുകയും അവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. യൂനുസ് അലൈഹിസ്സലാം രോഗിയാണ്, വലിയ പ്രയാസത്തോടു കൂടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ മഹാനവറുകൾ അവിടെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കായ ആളുകൾ മഹാനവറുകളിൽ വിശ്വസിക്കുന്നു. നല്ല ആരോഗ്യവാനായി വിപ്ലവകരമായി ദേവത്തെ നടത്തുമ്പോൾ ലക്ഷങ്ങളുടെ മുമ്പിൽ പ്രബോധനവുമായി കടന്നു ചെല്ലുമ്പോൾ വെറും 2 ആൾ. പടച്ച തമ്പുരാൻ ഒരുക്കുന്ന പ്രോഗ്രാമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ധീരമായ ചരിത്രം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇത് 3 സന്ദേശമാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക എന്നാണ് രണ്ടാമത്തെ ഖുതുബയിൽ പറഞ്ഞത്. ഒന്നാമതായി, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ജനം അവര് എന്ത് മാർഗങ്ങൾ സ്വീകരിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരരുത്. കാരണം ആ ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ്, നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് ഒരു പ്രബോധകനും അദ്ദേഹം പ്രബോധനം നടത്തുന്നിടത്ത് ആളുകൾ എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും ക്ഷമയോടെ അവിടെ നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു വഹി നൽകി, നിന്റെ റബ്ബിന്റെ ഹുക്മിന് വിധിക്ക് നീ ക്ഷമിക്കണം. യൂനുസ് അലൈഹിസ്സലാം ജനങ്ങളോട് ദേഷ്യപ്പെട്ട് പോയതുപോലെ പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പടച്ച തമ്പുരാൻ പറയാം, അമ്പിയാക്കന്മാരിൽ ഏറ്റവും ഉന്നതന്മാരായ അമ്പിയാക്കന്മാരാണ്, മുർസലുകളാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഉലുൽ അസ്മുകൾ ക്ഷമിച്ച ക്ഷമയുണ്ട്, അതൊരു വല്ലാത്ത ക്ഷമയാണ്. അതിശക്തമായ വെല്ലുവിളികൾ അവർ നേരിട്ടു. ജീവൻ മരണ പോരാട്ടത്തിന്റെ രംഗങ്ങൾ അവർക്കുണ്ടായി. അവിടെയൊക്കെ പതറാതെ അവർ നിന്നു എന്നതുപോലെ
നിങ്ങൾ പതറാതെ നിൽക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ചരിത്രം ഒരു പ്രബോധകന് നൽകുന്നത്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അവന്റെ മുന്നിലെ ജനത അവനെ എത്രമാത്രം കെണിയിൽ വീഴ്ത്താനും ചതിക്കാനും ആക്രമിക്കാനും ധിക്കരിക്കാനും ഒക്കെ ശ്രമിച്ചാലും അടിപതറാതെ റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ നിൽക്കണം എന്നുള്ളതാണ് ഒരു ദായിക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമതായി, ഏതൊരു മനുഷ്യനും എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ആ വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പ്രാർത്ഥന എന്നുള്ളത് മാത്രമാണ്. ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇല്ലസ്തജാബല്ലാഹു, പടച്ച തമ്പുരാൻ അവന് ഉത്തരം നൽകാതിരിക്കുകയില്ല. വഹി കൊണ്ട് മാത്രം സംസാരിക്കുന്ന നബിയാണ്. അതുകൊണ്ട് നമുക്ക് എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രാർത്ഥനക്ക് നമുക്ക് ഉത്തരം ഉറപ്പായും അല്ലാഹു നൽകും. ഏതാണ് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് ഒന്നാമതായി പ്രബോധനം നടത്തുന്നവർക്കുള്ള സന്ദേശവും, രണ്ടാമതായി എത്ര വലിയ പ്രയാസത്തിലാകപ്പെട്ട ആളുകളും റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് യൂനുസ് നബി നടത്തി പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി, എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പ്രയാസങ്ങൾക്ക് പിറകിലായി പടച്ച തമ്പുരാന്റെ റഹ്മത്ത് നമ്മിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ. എത്ര വലിയ പ്രയാസം ഉണ്ടായാലും പ്രയാസങ്ങൾ ഇങ്ങനെ എന്നും നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതിനെ അല്ലാഹു തആല ചേഞ്ച് ആക്കും. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ. ഇങ്ങനെ ഈ മൂന്ന് സന്ദേശമാണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ സന്ദർഭത്തിൽ കാലിക പ്രസക്തമായ ഒരു വിഷയം നമ്മുടെ മുമ്പിലുള്ളത് ഫലസ്തീനിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളുടെ കാര്യത്തിലും അവരിപ്പോൾ വലിയ ഇരുട്ടറകളിലാണ്. ഒരുപാട് ഇരുട്ടറകൾ മിമ്പറിൽ നിന്ന് നമ്മൾ ഖതീബ് പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. നിങ്ങൾക്കും അറിയാം എന്തൊക്കെ ഇരുട്ടറകളാണ് ഫലസ്തീനിലുള്ള ആളുകൾക്കുള്ളത്. ആ ഇരുട്ടറകളുടെയൊക്കെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ പാവങ്ങൾക്കും പടച്ച തമ്പുരാനോട് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്കും അല്ലാഹു തആല ശിദ്ദത്തിന് പിന്നിൽ ഫറജിനെ, ബുദ്ധിമുട്ടിന് പിന്നിൽ അല്ലാഹു എളുപ്പത്തെ അവർക്കും അല്ലാഹു തആല നൽകും. അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ ഉറപ്പായും കാരുണ്യത്തിന്റെ കടലായ പടച്ച തമ്പുരാൻ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മാറാതെ സജീവമായി പ്രാർത്ഥനയിൽ നിൽക്കുക. പടച്ച തമ്പുരാൻ നമുക്കും നമ്മോട് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും നിഅമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഫലസ്തീനിലെ പാവങ്ങൾക്ക് അല്ലാഹു തആല മോചനം നൽകുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു ഇഹവര വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു അവരുടെ ഖബറുകളെ സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. അവസാനം നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.